So let's see another type of problem in the analysis of frames with sway by Canny's method. So this is our next question. Analyze a frame by Canny's method. You can see here, though the structure is symmetric about the vertical axis, load symmetry is not there. So sway is possible for this frame. ഇവിടെ ലോഡ് സിമെട്രി ഇല്ലാണ്ടിരിക്കാൻ കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഒരു 50 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലോഡാണ്. സോ സ്വേന് കാരണമായിട്ടുള്ളതും ഈ ഒരു ലോഡാണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത കഴിഞ്ഞ പ്രോബ്ലവും ഈ ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഡിഫറൻസും ഇത് തന്നെയാണ്. ഈ ഒരു ലോഡിൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം, അതായത് ഒരു ഹൊറിസോണ്ടൽ ലോഡും കൂടെ നമ്മുടെ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. So here there are two columns. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് കോളംസിൻ്റെ ഒക്കെ ഹൈറ്റ് സെയിം ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വേ ഉള്ള ഫ്രെയിംസിൻ്റെ അനാലിസിസിൽ മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. അത് ഒന്ന് കോളം സൈസ് സെയിം ആയിട്ടുള്ളതും പിന്നൊന്ന് കോളം സൈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ കോളം സൈസ് സെയിം ആയിട്ടുള്ള രണ്ടാമത്തെ പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. So there are two columns AB and DC and one beam BC, and BC is carrying a UDL of 20 kilonewton per meter, and there is a horizontal concentrated load 50 kilonewton acting at the joint B. Then the flexural rigidity for AB and DC are EI, and for BC it is 2 EI. So first of all we have to calculate the fixed end moments. Here MFBC is equal to minus WL square by 12 ആണ്. So minus 20 into 6 square divided by 12 minus 60, and MFCB is equal to 60. And all other fixed end moments are 0 as there is no load acting on the spans. So MFAB, MFBA, MFCD and MFDC are 0. Next is the calculation of rotation factor. So we know that rotation factor RF is equal to minus half into K by sigma K. So here we have to consider two joints B and C. Remaining joints A and D are fixed ends, so we don't have to calculate the rotation factor for those joints. So here we have to consider B and C, and the members are BA, BC, CB and CD. So here for joint B, the first member BA is having a stiffness 4 EI by 3. Length of BA is 3, so 4 EI by 3 is the stiffness. For BC, the stiffness is 4E into 2I divided by 6, because the flexural rigidity is 2 EI and the length is 6 meter. So again 4 EI by 3 is the stiffness of the member BC. So the sigma K, 4 EI by 3 plus 4 EI by 3, which is equal to 8 EI by 3, is the total stiffness for the joint B. Then RF, rotation factor, is equal to minus half into K by sigma K. So for BA it is minus 0.25, for BC it is minus 0.25. Then the joint C, the member CB is again same തന്നെയാണ്. ബി സി എന്ന് പറയുന്ന മെമ്പർ തന്നെയാണ് സി ബി എന്ന് പറയുന്നത്. സോ ദ സ്റ്റിഫ്നെസ് ഇസ് അഗെയിൻ 4 EI by 3, and for the member CD also the stiffness is 4 EI by 3. Total is 8 by 3 EI, and the rotation factor values are minus 0.25 and minus 0.25. അപ്പം നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു, റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് സ്വേ ഉള്ള പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ എന്നൊരു കോൺസ്റ്റൻറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ കാൽക്കുലേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു minus 3/2 ഇൻറ്റു K by sigma K. നമ്മൾ ഒരു ജോയിൻറ്റിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോറീസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറി മാത്രമേ ഉള്ളൂ. നമ്മുടെ സിലബസിലും ഒറ്റ സ്റ്റോറിയുള്ള ഫ്രെയിംസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ നമ്മുടെ സ്റ്റോറി 1, ഫസ്റ്റ് സ്റ്റോറിയിൽ
ദ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോറിയിൽ നമുക്കുള്ള കോളംസിനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ദ കോളംസ് ആർ എ ബി ആൻഡ് ഡി സി. നമുക്ക് ഈ സ്റ്റോറിയിലുള്ള കോളംസ് ആണ് നമ്മൾ മെമ്പേഴ്സിൻ്റെ കോളത്തിൽ എഴുതേണ്ടത്. സോ ദ കോളംസ് വി ഹാവ് ആർ എ ബി ആൻഡ് ഡി സി. സോ എ ബി ആൻഡ് ഡി സി ആർ ദ മെമ്പേഴ്സ് ഓഫ് സ്റ്റോറി 1. ദെൻ ദ സ്റ്റിഫ്നെസ് വാല്യൂസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എ ബിക്ക് 4EI/3 ആണ് സ്റ്റിഫ്നെസ്, ഡി സിക്കും 4EI/3 ആണ്. ആൻഡ് ദ ടോട്ടൽ സ്റ്റിഫ്നെസ് ഇസ് 8EI/3 ഫോർ എ സ്റ്റോറി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോറീൻ്റെ ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ് സിഗ്മ കെ എന്ന് പറയുന്നത്. എല്ലാ കോളംസിൻ്റെയും സ്റ്റിഫ്നെസ് വാല്യൂസിൻ്റെ സം ആണ് സിഗ്മ കെ. Then the displacement factor is equal to -3/2 into k by sigma k. അപ്പോൾ ഇവിടെ -3/2 into 4EI/3 divided by 8EI/3 അതാണ് -0.75. രണ്ടിനും സെയിം ആണ്, രണ്ട് കോളംസിനും സെയിം ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് റൊട്ടേഷൻ സൈക്കിൾസ് ആണ് ചെയ്യേണ്ടത്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾസിലാണ് നമ്മൾ പോകുന്നത്. സോ സൈക്കിൾ 1ൽ നമുക്കിവിടെ ഏതൊക്കെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പേഴ്സ് BA, BC, CB ആൻഡ് CD. അപ്പോൾ M-VA, M-BC, M-CB ആൻഡ് M-CD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദ ജോയിൻറ്റ്സ് B ആൻഡ് C നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ സൈക്കിൾസ്. ഇപ്പോൾ സൈക്കിൾ 1ൽ M-BA is equal to rotation factor of BA into in bracket sigma fixed end moments for the joint B plus rotation contribution from the far ends. നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ജോയിൻറ്റ് ബിൻ്റെ കേസാണ്. അപ്പോൾ നമുക്ക് രണ്ട് മെമ്പേഴ്സ് ആണുള്ളത്, BA ആൻഡ് BC. അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് മെമ്പറാണോ നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ ഇൻ ബ്രാക്കറ്റ് സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് അറ്റ് ദ ജോയിൻറ്റ് പെർട്ടിക്കുലർ ജോയിൻറ്റ്. ഇവിടെ ജോയിൻറ്റ് ബി ആയതുകൊണ്ട് സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് അറ്റ് ജോയിൻറ്റ് ബി പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഫാർ എൻഡ്സ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ജോയിൻറ്റിൻ്റെ ഫാർ എൻഡ്സ് എന്നുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷനാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ്സ്. So M-BA is equal to rotation factor of BA into sigma fixed end moments at joint B plus sigma rotation contributions from the far ends of joint B. അപ്പോൾ ഇവിടെ rotation factor for BA -0.25 into in bracket sigma fixed end moments എന്ന് പറയുമ്പം ഇവിടെ MFBC മാത്രമേ ഉള്ളൂ അല്ലേ. MFBA 0 ആണ്, MFBC മാത്രമേ ഉള്ളൂ. സോ വിച്ച് ഇസ് ഈക്വൽ ടു -60 പ്ലസ് സിഗ്മ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ എൻഡ്സ്. ഇവിടെ ഫാർ എൻഡ്സ് ഏതൊക്കെയാണ്? ബിയുടെ ഫാർ എൻഡ്സ് എന്ന് പറയുമ്പം എയും സിയും ആണ് അല്ലേ. നമുക്ക് നോക്കാം, പ്രോബ്ലത്തിൽ നോക്കാം, ക്വസ്റ്റ്യനിൽ. ഇവിടെ ബി ആണ് നമ്മുടെ ജോയിൻറ്റ്. ഈ ജോയിൻറ്റിൻ്റെ ഫാർ എൻഡ്സ് എന്ന് പറയുന്നത് ഒന്ന് എ പിന്നൊന്ന് സി. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് ആണ്, സി എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്. അപ്പം എ എന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തായാലും 0 ആണ്, ആസ് എ വിൽ നോട്ട് റൊട്ടേറ്റ്. സോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം എ ഫിക്സ്ഡ് എൻഡ് ഇസ് 0. സോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം എ ഇസ് 0. ഇനി അടുത്തത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം സി ആണ്. അതും ഇവിടെ 0 ആണ് എടുത്തിട്ടുള്ളത്, കാരണം അത് അൺനോൺ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നത് M-BA is equal to 15. ഇനി M-BA ചെയ്തു കഴിഞ്ഞാൽ M-BC ആണ് ചെയ്യേണ്ടത്. അപ്പോൾ M-BCയും ഇവിടെ ഒരേ ഒരു ടേമിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റൊട്ടേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രമാണ് മാറ്റേണ്ടത്. പക്ഷേ ഇവിടെ അതും സെയിം ആയതുകൊണ്ട് സെയിം തന്നെയാണ് M-BA M-BC കിട്ടുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരേ ജോയിൻറ്റിലെ രണ്ട് മെമ്പേഴ്സിന് നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ആ ടേം മാത്രമേ മാറുള്ളൂ. ആ ടേം റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ടേം ആണ്. അപ്പോൾ ആ ടേം മാത്രമേ നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ദെൻ വി വിൽ ഗോ ഫോർ ദ ജോയിൻറ്റ് സി. ജോയിൻറ്റ് സിയിൽ വി ഹാവ് 2 members
CB and CD. So let's see the calculation of rotation contributions. M dash CB is equal to rotation factor of CB into, in bracket, sigma fixed dead moments at joint C plus rotation contribution from the far end B and the rotation contribution from the far end D. അപ്പോൾ ഇവിടെ നമ്മുടെ സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എന്ന് പറയുമ്പം എം എഫ് സി ബി മാത്രമേ ഉള്ളൂ, എം എഫ് സി ഡി 0 ആണ്. സോ എം എഫ് സി ബി ആണ് 60 എന്ന് പറയുന്നത്. പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഫ്രം ദ ഫാർ എൻഡ്സ് എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ ഫാർ എൻഡ്സ് എന്ന് പറയുന്നത് ബിയും ഡിയും ആണ്. സിൻ്റെ ജോയിൻറ്റ് സി ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ബിയും ഡിയും ആണ് ഫാർ എൻഡ്സ്. അപ്പം ബിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എം ഡാഷ് ബി സി ആണ്, വിച്ച് ഇസ് ഓൾറെഡി calculated in the previous step. So 15 ആണ് എം ഡാഷ് ബി സി എന്ന് പറയുന്നത്, അതായത് കോൺട്രിബ്യൂഷൻ ഫ്രം ബി ടു സി. അപ്പോൾ അവിടെ ആ 15 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം ഡി എന്ന് പറയുന്നത് 0 ആണ്, കാരണം ഡി ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്, റൊട്ടേഷൻ ഇല്ല. സോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഡി ഇസ് 0. അപ്പോൾ ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ എം ഡാഷ് ബി സി ആണ്. അത് കഴിഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എം ഡാഷ് സി ഡി, എം ഡാഷ് സി ഡിയും എം ഡാഷ് സി ബിയും ഒരേ ജോയിൻറ്റിൻ്റെ 2 മെമ്പേഴ്സാണ്. അപ്പോൾ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള റൊട്ടേഷൻ ഫാക്ടറിലുള്ള ഡിഫറൻസ്. പക്ഷേ ഇവിടെ അതും സെയിം ആയത് കാരണം എം ഡാഷ് സി ബി ഇസ് ഈക്വൽ ടു എം ഡാഷ് സി ഡി. അപ്പോൾ നമ്മളിവിടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ സ്വേ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്, സ്വേ ഉള്ള ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കിൾ 1-ൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷനും കൂടെ ചെയ്യണം. ഓക്കെ, സോ we are moving to the calculation of displacement contribution after cycle 1. So remember, after rotation contribution first cycle we have to calculate the displacement contribution for both the columns. നമുക്ക് എത്ര കോളംസ് ഉണ്ടോ അത്രയും കോളംസിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം ആഫ്റ്റർ സൈക്കിൾ 1 ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 1 ഫോർ കോളം എ ബി. ആദ്യമായിട്ട് നമുക്ക് കോളം എ ബിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ is equal to displacement factor of the particular column into, in bracket, story moment plus sigma rotation contribution of top and bottom ends of columns. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയൊരു ടേം സ്റ്റോറി മൊമെൻറ്റ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ ഒരു ടേം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്കവിടെ ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടായിട്ടില്ല. So let's see how to calculate the story moment. Story moment is developed due to the horizontal shear on the column. കോളത്തിൻ്റെ മേലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റോറി മൊമെൻറ്റ് ഡെവലപ്പ് ആവുന്നുള്ളൂ. ആൻഡ് സ്റ്റോറി മൊമെൻറ്റ് ഇസ് ഗിവൺ ബൈ SH/3, where S is equal to story shear and H is equal to height of the column. ഇവിടെ നമ്മൾ സ്റ്റോറി മൊമെൻറ്റ് ഉണ്ടാവാൻ കാരണം നമ്മുടെ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലോഡാണ്. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഹൊറിസോണ്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോറി മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചെയ്ത സ്വേ അനാലിസിസ് പ്രോബ്ലത്തിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ മേലെ ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നുണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. സോ ഹിയർ സ്റ്റോറി മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു S into H divided by 3, where S is the story shear, H is the height of the column, and here story moment is equal to 50 into 3/3. 50 ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ സ്റ്റോറി ഷിയർ, അതായത് നമ്മുടെ കോളത്തിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് 50 ആണ്. സോ 50 into 3 എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഹൈറ്റ് ആണ്. സോ 50 into 3/3. 50 into 3. 50 is the horizontal shear and 3 is the height of the column. So 50 into 3/3 ആണ് നമ്മുടെ സ്റ്റോറി മൊമെൻറ്റ്, which is equal to 50 kilonewton meter. ഇവിടെ നമുക്ക് സ്റ്റോറി മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 kilonewton meter ആണ്. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മളിനി
ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ റിമെമ്പർ ദിസ് സ്റ്റെപ്പ് ഇസ് valid when there is a horizontal load acting on the column. So here displacement contribution after cycle 1 for column AB. For column AB and DC we have to calculate the displacement contribution. Upon displacement contribution is equal to displacement factor of AB into in bracket story moment plus rotation contribution of top and bottom ends of the columns. Okay, അപ്പോൾ displacement factor of AB എന്ന് പറയുന്നത് -0.75 ആണ്. So -0.75 into in bracket story moment. അപ്പം നമ്മളിപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത കഴിഞ്ഞ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റോറി മൊമെൻറ്റ് 50 into 3/3 which is equal to 50. അതാണ് ഈ സ്റ്റോറി മൊമെൻറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം എൻഡ്സ് ഓഫ് കോളംസ്. അപ്പം എ ബി എന്ന് പറയുന്ന കോളം എടുത്തു കഴിഞ്ഞാൽ എ ആണ് ബോട്ടം എൻഡ്, ബി ആണ് ടോപ്പ് എൻഡ്. അപ്പോൾ ബിയിലുള്ള നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15 ആണ്. നമ്മുടെ എം ഡാഷ് ബി എൻ്റെ വാല്യൂ പ്ലസ് 0 എന്ന് പറയുന്നത് എയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്, വിച്ച് ഇസ് 0. ഇനി അടുത്തത് ഇതെന്താണ്? നെക്സ്റ്റ് കോളത്തിൻ്റെ രണ്ട് ടോപ്പ് എൻഡും ബോട്ടം എൻഡും ഉള്ള കോൺട്രിബ്യൂഷൻസ് ആണ്, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആണ്. ടോപ്പ് എൻഡ് സിയും ബോട്ടം എൻഡ് ഡിയും ആണ്. അപ്പോൾ ടോപ്പ് എൻഡ് എന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എം ഡാഷ് സി ഡി ആൻഡ് എം ഡാഷ് സി ഡി ഈസ് ഈക്വൽ ടു -18.75, അതാണ് ഈ കാണുന്നത്. പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ബോട്ടം എൻഡ് എന്ന് പറയുന്നത് ഡി ആണ്. കോളത്തിൻ്റെ ബോട്ടം എൻഡ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഡി എന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. സോ ഒന്നുകൂടെ ഞാൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 1 ഒരു കോളത്തിന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഓഫ് the particular column into in bracket story moment which is equal to SH/3 plus rotation contribution from top and bottom ends of columns. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോളംസ് രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് നമുക്ക്. അപ്പം ഈ രണ്ട് കോളംസിൻ്റെയും ടോപ്പിൽ നിന്നുള്ളതും ബോട്ടത്തിൽ നിന്നുള്ളതും ആഡ് ചെയ്യണം. അപ്പം 4 വാല്യൂസ് വരും. ഒരു കോളത്തിൻ്റെ ടോപ്പും ബോട്ടവും പ്ലസ് അടുത്ത കോളത്തിൻ്റെ ടോപ്പും ബോട്ടവും. അപ്പം ഇവിടെ എം ഡാഷ് ബി എ, എം ഡാഷ് എ ബി പ്ലസ് എം ഡാഷ് സി ഡി പ്ലസ് എം ഡാഷ് ഡി സി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എയിൽ നിന്നും ഡിയിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല, സോ 0. അപ്പോൾ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 1. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് കോളം എ ബിൻ്റെ കേസാണ്. ഇനി കോളം ഡി സി അല്ലെങ്കിൽ കോളം സി ഡിൻ്റെ കേസ് വരുവാണെങ്കിൽ സെയിം തന്നെയാണ്. പുറത്തുള്ള ഒരു ടേം മാത്രമേ മാറുള്ളൂ. അതെന്താണ്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടറാണ്. പക്ഷേ ഈ കേസിൽ അതും സെയിം ആണ്. ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കോളം സി ഡി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഓഫ് സി ഡി ഇൻറ്റു story moment plus sigma rotation contribution from top and bottom ends of columns. അപ്പോൾ displacement factor of CD into in bracket story moment plus contribution from A to B, contribution from B to A, contribution from A to B, contribution from C to D and contribution from D to C. ഇത്രയാണ്. അപ്പം ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 കോളം ഉണ്ടെങ്കിൽ ഈ 2 കോളംസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻസ് തമ്മിൽ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, സോ ദിസ് സ്റ്റെപ്പ് ഹാസ് ടു ബി ഡൺ ആഫ്റ്റർ ദ സൈക്കിൾ 1. ഇനി അടുത്തത് നമ്മൾ സൈക്കിൾ 2ലേക്ക് പോവുകയാണ്. കാൽക്കുലേഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ മൊമെൻറ്റ്സ് ഇൻ സൈക്കിൾ 2. അപ്പോൾ നമ്മൾ സൈക്കിൾ 2 ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം.
ഓക്കെ, അതാണ് സൈക്കിൾ 1ഉം സൈക്കിൾ 2ഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ലെറ്റ്സ് സീ ഹൗ ടു see the how to calculate the rotation contribution in cycle 2. So m dash ba is equal to displacement factor, rotation factor of ba into in bracket sigma fixed end moments at joint b ന്റെ fixed end moments ന്റെ sum. അപ്പോൾ ഇവിടെ m of bc മാത്രമേ ഉള്ളൂ. അപ്പം അതിന്റെ വാല്യൂ -60 ആണ്. പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം എ, അത് 0 ആണ്. ഇനി കോൺട്രിബ്യൂഷൻ ഫ്രം സി ആണ്. കോൺട്രിബ്യൂഷൻ ഫ്രം സി ടു ബി എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ സൈക്കിളിൽ നമുക്ക് കിട്ടിയ എം ഡാഷ് സി ബി നമുക്ക് നോക്കാം. കഴിഞ്ഞ സൈക്കിളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എം ഡാഷ് സി ബി is equal to -18.75. അപ്പോൾ നമ്മുടെ എം ഡാഷ് സി ബി മൈനസ് ഇവിടെ ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോയിന്റ് ബി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് കോളം എ ബി ആണ്. കോളം എ ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ -34.69 ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫോർ കോളം എ ബി. നമ്മുടെ സൈക്കിൾ 1ൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് -34.69 ആണ്. സോ ദാറ്റ് ഷുഡ് ബി ആഡഡ് അലോങ് വിത്ത് ദ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഫ്രം ദ ഫാർ എൻഡ്സ്. അപ്പം ഒന്നുകൂടെ നമുക്ക് നോക്കാം. എം ഡാഷ് ബി എ ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് ബി എ ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഫോർ ജോയിന്റ് ബി plus contribution from A plus contribution from C. ഇവിടെ A എന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. C എന്നുള്ള കോൺട്രിബ്യൂഷൻ m dash CB that we got from the last cycle. അതിൻ്റെ വാല്യൂ -18.75 ആണ്. പ്ലസ് അഗെയിൻ ഇവിടെയുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് സൈക്കിളും ഈ ഒരു സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്യണം. ഏത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ് ആഡ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ജോയിന്റ് ബി ആണ്. അപ്പോൾ ജോയിന്റ് ബിയിൽ അതുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കോളം എന്ന് പറയുന്നത് എ ബി ആണ്. സോ എ ബിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ നമ്മൾ ബ്രാക്കറ്റിലെ ടേംസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആഡ് ചെയ്യരുത്. ഇമ്പോർട്ടൻറ്റ് കാര്യം മറന്നു പോകരുത്. അപ്പം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ കോളം കൂടെ ആഡ് ചെയ്യണം. അപ്പം 28.36 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എം ഡാഷ് ബി സിയും എം ഡാഷ് ബി എയും തമ്മിൽ ആസ് യൂഷ്വൽ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, നമ്മുടെ പുറത്തിരിക്കുന്ന ടേം റൊട്ടേഷൻ ഫാക്ടർ. അപ്പോൾ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ സെയിം ആയത് കാരണം എം ഡാഷ് ബി എയും എം ഡാഷ് ബി സിയും സെയിം ആണ്. ഇനി അടുത്തത് ജോയിന്റ് സി എടുക്കാം. ജോയിന്റ് സിയുടെ മെമ്പേഴ്സ് ആർ സി ബി ആൻഡ് സി ഡി. സോ എം ഡാഷ് സി ബി ഇസ് ഈക്വൽ ടു rotation factor of CD into in bracket sigma fixed end moments at joint C. Joint C യുടെ fixed end moments ന്റെ sum എന്ന് പറയുമ്പോൾ MFCB മാത്രമേ ഉള്ളൂ. MFCB മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ വാല്യൂ 60 ആണ്. പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം ബി ആൻഡ് കോൺട്രിബ്യൂഷൻ ഫ്രം ഡി. ഡി എന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആയതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടില്ല. ഇനി ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ബോക്സിലിട്ടിരിക്കുന്നത് എം ഡാഷ് ബി സി. അപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം. അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ഫോർ കോളം സി ഡി. കാരണം ഇവിടെ സി യു ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോളം എന്ന് പറയുന്നത് സി ഡി ആണ്. അപ്പം സി ഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ എ ബിക്കും സി ഡിക്കും സെയിം ആണ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് -34.69 ആണ് രണ്ടിൻ്റെയും വാല്യൂ. So for columns for the joint C we have two members CB and CD. അപ്പോൾ m dash CB is equal to rotation factor of CD into in bracket sigma fixed end moment at joint C m of CB മാത്രമേ ഉള്ളൂ plus contribution from contribution from B plus contribution from D. far ends എന്ന് പറയുന്നത് ബിയും ഡിയും ആണ്. അപ്പം
ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ എം ഡാഷ് ബി സി ആണ്. അത് നമ്മൾ ഈ സൈക്കിളിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള 28.36. ആൻഡ് ഡി എന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. സോ ദാറ്റ് വാല്യൂ ഇസ് നോട്ട് ഷോൺ ഹിയർ. ഇനി അടുത്തത് അതിൻ്റെ കൂടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട മറ്റൊരു വാല്യൂ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ ദ പെർട്ടിക്കുലർ കോളം. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻറ്റ് സി ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം കണക്റ്റഡ് കോളം ഇസ് സി ഡി. അപ്പോൾ സി ഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു -34.69. ഇനി അടുത്തത് എം ഡാഷ് സി ഡി ആണ്. അപ്പോൾ എം ഡാഷ് സി ഡിയും എം ഡാഷ് സി ബിയും സെയിം ജോയിൻറ്റിൻ്റെ രണ്ട് മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഒരേ ഒരു ഡിഫറൻസ് ആണ് വരേണ്ടത്, ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ റൊട്ടേഷൻ ഫാക്ടറും സെയിം ആയത് കാരണം എം ഡാഷ് സി ബി ആൻഡ് എം ഡാഷ് സി ഡി ആർ സെയിം. ഇപ്പോൾ നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ സെക്കൻഡ് സൈക്കിൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഈ സൈക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് കോളം എ ബി കോളം ഡി സി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം രണ്ടിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ സെയിം ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ കോളംസ് എ ബി ആൻഡ് ഡി സി ആഫ്റ്റർ സൈക്കിൾ 2 is equal to displacement factor into in bracket story moment plus rotation factor for bottom and top end of columns. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ രണ്ട് കോളത്തിനും -0.75 ആണ്. ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് സ്റ്റോറി മൊമെൻറ്റ് അതെന്തായിരുന്നു SH/3 വിച്ച് ഇസ് ഈക്വൽ ടു 50 പ്ലസ് നമുക്ക് എത്ര കോളംസ് ഉണ്ട്? രണ്ട് കോളംസ് ഉണ്ട്. അപ്പോൾ രണ്ട് കോളംസിൻ്റെയും ടോപ്പിൽ നിന്നും ബോട്ടം നിന്നുമുള്ള കോൺട്രിബ്യൂഷൻസ് സം ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ 4 വാല്യൂസ് വരും. എയിൽ നിന്ന് ഉള്ള കോൺട്രിബ്യൂഷൻ, ബിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, സിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, ഡിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. സോ ദിസ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ബി ടു എ, ദിസ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം എ ടു ബി, ദിസ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം സി ടു ഡി, ആൻഡ് ദിസ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഡി ടു സി. So the final value is -48.7. The displacement contribution for the columns A, B and DC after cycle 2 എന്ന് പറയുന്നത് -48.7 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ സെക്കൻഡ് സൈക്കിളും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് സൈക്കിളിലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ചെയ്ത പോലെ നമുക്ക് സൈക്കിൾ 3യും സൈക്കിൾ 4ഉം ഇതേ പ്രൊസീജിയറിൽ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇവിടെ സൈക്കിൾ 3യിൽ എം ഡാഷ് ബി എ എന്ന് പറയുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഓഫ് ബി എ ഇൻറ്റു സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് അറ്റ് ജോയിൻറ്റ് ബി വിച്ച് ഇസ് എം എഫ് ബി സി മാത്രം, പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം എ വിച്ച് ഇസ് 0, പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം സി ടു ബി. അപ്പം എം ഡാഷ് സി ബി ഫ്രം ദ പ്രീവിയസ് സൈക്കിൾ -13.42 എന്ന് പറയുന്നത്, പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഫോർ ദ കോളം എ ബി. നമ്മുടെ ജോയിൻറ്റ് ബി ആയതുകൊണ്ട് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോളം എ ബി ആണ്. സോ എ ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ് -48.7. സോ ദാറ്റ് ഈസ് അബൌട്ട് എം ഡാഷ് ബി എ. എം ഡാഷ് ബി എ എം ഡാഷ് ബി സി ഇവിടെ സെയിം ആണ്, കാരണം നമ്മുടെ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ടേം റൊട്ടേഷൻ ഫാക്ടർ സെയിം ആയത് കാരണം. ഇനി അടുത്തത് ഫോർ ദ ജോയിൻറ്റ് സി, എം ഡാഷ് സി ബി ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഓഫ് സി പ്ലസ് സിഗ്മ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് അറ്റ് ജോയിൻറ്റ് സി എന്ന് പറയുമ്പം എം എഫ് സി ബി മാത്രം, പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം ബി പ്ലസ് കോൺട്രിബ്യൂഷൻ ഫ്രം ഡി. ഫാർ എൻഡ്സ് എന്ന് പറയുന്നത് ബിയും ഡിയും ആണ്. അപ്പോൾ ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ എം ഡാഷ് ബി സി വിച്ച് ഇസ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ഇൻ ദ ഈ സൈക്കിളിൽ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് -30.53. So contribution from B plus contribution from D which is 0, അതുകൊണ്ട് കാണിച്ചിട്ടില്ല, പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ ദ കോളം സി ഡി. സി യു ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കോളം എന്ന് പറയുന്നത് സി ഡി ആണ്. സോ സി ഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ തന്നെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആഡ് ചെയ്യണം, പുറത്തായി പോകരുത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൈക്കിൾ 3യിൽ നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പം എ ബി ആൻഡ് ഫോർ ദ കോളംസ് എ ബി ആൻഡ് ഡി സി ആഫ്റ്റർ തേർഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ ഓഫ് എ ബി ആൻഡ് ഡി സി രണ്ടിൻ്റെയും സെയിം ആണ്, പ്ലസ് സ്റ്റോറി മൊമെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 50, പ്ലസ് ദ കോൺട്രിബ്യൂഷൻസ് ഫ്രം ടോപ്പ് ആൻഡ് ബോട്ടം എൻഡ്സ് ഓഫ് ഓൾ ദ കോളംസ്
here we have two columns A, B and C, D. So contribution from A to B, contribution from B to C, sorry, B to A, plus contribution from C to D and contribution from D to C. ഇത്രയാണ് add ചെയ്യേണ്ടത്. So the contributions from A to B and contribution from D to C are 0. പിന്നെ ഉള്ളത് contribution from B to A and contribution from C to D. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആഫ്റ്റർ സൈക്കിൾ 3 ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സൈക്കിൾ 4ഉം കൂടെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫൈനൽ വാല്യൂസ് എടുക്കാം. 4 സൈക്കിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ വാല്യൂസ് ആവും. ഇനിയില്ല, നമുക്ക് തേർഡ് സൈക്കിളിൽ തന്നെ വാല്യൂസ് ഓൾമോസ്റ്റ് 2 കൺസിക്യൂട്ടീവ് സൈക്കിൾസിലെ വാല്യൂസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദെർ വി ക്യാൻ സ്റ്റോപ്പ് ദ ഐട്രേഷൻ. പക്ഷേ ഇവിടെ 4 സൈക്കിളിൽ ആണ് വാല്യൂസ് കുറച്ചെങ്കിലും ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത്. സോ വി ആർ സ്റ്റോപ്പിംഗ് ദ ഐട്രേഷൻ ഇൻ ദ ഫോർത്ത് സൈക്കിൾ. സോ ഫോർത്ത് സൈക്കിളിൽ നമ്മൾ ലാസ്റ്റ് സൈക്കിൾ ആണെങ്കിലും നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് M-BA, M-BC, M-CB, M-CD കാൽക്കുലേറ്റ് ചെയ്ത് അതിനുശേഷം ഡിസ്പ്ലേസ്മെന്റ് ഫാക്ടേഴ്സ് ഫോർ എ ബി ആൻഡ് ഡി സി ആഫ്റ്റർ സൈക്കിൾ 4ഉം കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷമേ ഐട്രേഷൻ നിർത്താൻ പാടുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്താലാണ് നമ്മുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സൈക്കിൾ 4 കംപ്ലീറ്റ് ആവണമെങ്കിൽ സൈക്കിൾ 4ലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ. Now let's see how to calculate the final moments. So first of all, mark the joints A, B, C, D. Then the fixed end moments. M of AB 0, M of BA 0, M of BC minus 60, M of CB 60, M of CD 0, M of DC 0. In the next row, 2 times the near end contribution, which means 2 times ഇവിടെ 2 times M-AB ആണ്. ഇവിടെ A എന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. സോ 2 times 0. നെക്സ്റ്റ് ഇസ് 2 times M-BA. M-BAൻ്റെ വാല്യൂ കഴിഞ്ഞ ലാസ്റ്റ് സൈക്കിളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു 30.64 ആണ്. സോ 2 times 30.64. ദാറ്റ് ഇസ് ദ 2 times നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ, 2 times M-BA. So here you have to write the value of 2 times near end contribution, means 2 times M-BC. അടുത്തത് 2 times M-CB. Here 2 times M-CD. And this is 2 times the contribution from D, which is 0 because D is a fixed end. അടുത്തത് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ്. സോ ഇവിടെ എയുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. സോ ബിയിൽ നിന്ന് എയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് M-BA. നെക്സ്റ്റ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം എ ടു ബി. എ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് എയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. നെക്സ്റ്റ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം സി ടു ബി വിച്ച് ഇസ് ഈക്വൽ ടു M-CB. നെക്സ്റ്റ് ദിസ് വൺ ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ബി ടു സി. ഇവിടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. സോ ബി ടു സി ദ കോൺട്രിബ്യൂഷൻ ഇസ് M-BC. നെക്സ്റ്റ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഡി ടു സി. Contribution from D to C is 0 because D is a fixed end. This is a contribution from C to D. So M-CD. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ ആണ്. നമ്മുടെ സ്വേ അനാലിസിസിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ഒരു റോ ആണ് വിച്ച് ഇസ് ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ. ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളംസിന് മാത്രമാണ്. നമ്മുടെ കോളംസ് എ ബി ആൻഡ് സി ഡി ആണ്. സോ ഫോർ ബി സി ദർ വിൽ ബി നോ ഡിസ്പ്ലേസ്മെന്റ് കോൺട്രിബ്യൂഷൻ വാല്യൂസ്. സോ ഫോർ ബി സി write the values as zeros and then displacement contribution values for column AB അത് -53.34 ആണ്. അപ്പോൾ എയിലും ബിയിലും സെയിം വാല്യൂ എഴുതുക. For column CD also the value of displacement contribution is -53.34. So write the same values for C and D.
Then the final moments. Final moment is the sum of all these values. എല്ലാ റോസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കോളം വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ മൊമെന്റ്സിന്റെ വാല്യൂസ് കിട്ടും. സോ ഹിയർ MAB is equal to minus 22.7, MBA is equal to 7.94, MBC is equal to minus 8.24. നമുക്ക് സാധാരണ രണ്ട് ജോയിൻറ്റും കൂടെ ആഡ് ചെയ്ത് ഒരു ജോയിൻറ്റിലുള്ള രണ്ട് മെമ്പേഴ്സിൻ്റെയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 കിട്ടണം. പക്ഷെ ഇവിടെ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാം. ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആണ്. സോ ഹിയർ MBA is equal to 7.94, MBC is equal to minus 8.24, MCB is equal to 71.6, MCD is equal to minus 72.38, and MDC is equal to minus 62.84. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻഡ് മൊമെന്റ് വാല്യൂസ്. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരക്കണമെങ്കിൽ ഓൾവേസ് റിമെമ്പർ ആദ്യം നമ്മുടെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരക്കുക. അതിൻ്റെ കൂടെ ഈ എൻഡ് മൊമെന്റ് വാല്യൂസ് ഓർഡിനേറ്റ്സ് ആക്കി വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ വി ഡ്രോ ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടെ ഓരോ പ്രോബ്ലത്തിലും വരച്ചാലാണ് നമ്മുടെ